ലോകത്ത് നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഈ നെസ്ലെ. സ്വിറ്റ്സർലാൻഡിലാണ് ഈ ഒരു കമ്പനി ഉള്ളത്. ഇത് വലിയൊരു വിവാദത്തിലാണ് ഇപ്പോൾ ഈ കമ്പനി അകപ്പെട്ടിരിക്കുന്നത്. വളരെ ഹാനികരമാണ്, കുട്ടികളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് പോലും കാരണമാകുന്ന ഒരു സംഭവമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. Talking about Nestle, the biggest consumer goods company in the world. And what have they done? Possibly risk the health of babies in the global south. ഒരു ഡോസിൽ 3 ഗ്രാം അത്ര 3 ഗ്രാം ഉണ്ടെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. നെസ്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേബി ഫുഡാണ് സെർലാക്ക്. നമ്മുടെ കുട്ടികൾക്കെല്ലാം നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന ഒരു ആഹാരമാണ്. ഇതിൻ്റെ അകത്ത് അമിതമായ പഞ്ചസാരയുടെ അളവ് കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് UK-യിലും ജർമ്മനിയിലും സ്വിറ്റ്സർലാൻഡിലുമൊക്കെ കൊടുക്കുന്ന സെർലാക്കിൽ ഈ പഞ്ചസാരയുടെ അളവില്ല. പക്ഷേ ഇന്ത്യയിലും ആഫ്രിക്കയിലും, അതായത് കൂടുതൽ വിൽക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലെല്ലാം കൊടുക്കുന്ന സെർലാക്കിൽ ധാരാളം പഞ്ചസാര ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പബ്ലിക് ഐ എന്നുള്ള ഒരു അന്വേഷണ വിഭാഗമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ശരിക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അമിതമായിട്ടുള്ള പഞ്ചസാരയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഈ നെസ്ലെ എന്നുള്ള കമ്പനി സെർലാക്കിൽ ആഡ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ആഡ് ചെയ്യുന്നത്? കുട്ടികൾ അഡിക്റ്റ് ആവാൻ വേണ്ടിയും കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പഞ്ചസാര ആഡ് ചെയ്തിരിക്കുന്നത്. ഈ അമിതമായ പഞ്ചസാര സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അത് കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കുകയും ചെയ്താൽ മാരകമായ പല രോഗങ്ങളും കുട്ടികൾക്കുണ്ടാവും. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഫാറ്റി ലിവറും അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം ഈ അമ്മ മുലപ്പാൽ നിർത്തുന്ന ഉടനെ തന്നെ സെർലാക്ക് കൊടുക്കാനായിട്ടാണ് മിക്ക ഡോക്ടർമാരും വരെ അഡ്വൈസ് ചെയ്യുന്നത്. എല്ലാ ഡോക്ടർമാരും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ സെർലാക്കിൽ ഇത്രയധികം പഞ്ചസാര ഉണ്ടെന്ന് ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഈ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഒരു കട്ടി ആഹാരം തുടങ്ങാനുമായിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് സെർലാക്കാണ്. അല്ലെങ്കിൽ അമ്മയ്ക്ക് പാലില്ലെങ്കിലും ആദ്യം തന്നെ കൊടുക്കുന്നതും സെർലാക്കാണ്. ഈ സെർലാക്കിൽ ഇത് അത്രമാത്രം പഞ്ചസാര ആഡ് ചെയ്യുമ്പം അതൊരു എന്തായിട്ട് വരും, ഒരു വിപത്തായിട്ട് വരാറുണ്ട്, ഒരു വില്ലനായിട്ട് മാറാറുണ്ട്. ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത് സ്ഥിരമായി കഴിച്ചാൽ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറയാം. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു മധുരമുള്ള ആഹാരങ്ങളുമായിട്ട് വളരെ പ്രിയമോ, പിന്നെ അവരുടെ ആഹാരത്തിൽ എല്ലാത്തിനും ഒരു പ്രധാന കാര്യം മധുരമായിട്ട് മാറും. ഇവരുടെ വളർച്ചയെ ഇത് ബാധിക്കാം. ഗ്രോത്ത് ഹോർമോണെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വളർച്ചയെ അതിനെ സ്വാധീനിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നുള്ളൊരു കാര്യം, ഇത് ഒരു 2 വയസ്സിനോട് താഴെയുള്ള കുട്ടികൾക്ക് ശരിക്കും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പഞ്ചസാര, കൃത്യമായിട്ടുള്ള പഞ്ചസാര കൊടുക്കരുത് എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് അത്രമാത്രം പഞ്ചസാരയാണ് കൊടുക്കുന്നത്. 2 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടികൾക്ക് അവരുടെ ദൈനംദിന ഊർജത്തിൻ്റെ 10% മാത്രമേ കൃത്യമായിട്ടുള്ള ഈ ഒരു മധുരത്തിൽ നിന്ന് ഉണ്ടാവൂ എന്നുള്ളത് പഠനങ്ങളിലുള്ളതാണ്. അപ്പോൾ അതും ഇവിടെ കറക്റ്റല്ല. അത്രമാത്രം മധുരങ്ങളാണ് മാർക്കറ്റിലുള്ളത്. അപ്പോഴാണ് ഈ സെർലാക്ക് കൂടെ കൊടുക്കുന്നത്. പഞ്ചസാര ഉപയോഗം കുട്ടികളുടെ സ്വഭാവത്തിനും വ്യത്യാസം വരും. കാരണം അവർക്ക് പെട്ടെന്ന് ഹാപ്പി ആവുകയും അതുപോലെ ഡിപ്രഷനോട്ട് പോകും. കാരണം ആ പഞ്ചസാരയുടെ ഹൈപ്പ് ഒന്ന് താഴോട്ട് വരുമ്പം ഏകാഗ്രത പോവും, പഠനശേഷിയുടെ ഓർമ്മശക്തി എല്ലാം കുറവുണ്ടാവും. പിന്നെ പൊണ്ണത്തടി ഉണ്ടാവും. പൊണ്ണത്തടി കാരണം ഹൃദ്രോഗത്തിന് സാധ്യത കൂടും, ഉയർന്ന രക്തസമ്മർദ്ദം വളരെ വേഗത്തിൽ വരും, ഹൈപ്പർ ആക്ടിവിറ്റി, ശ്രദ്ധക്കുറവ്, അതുപോലെ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ, ഇതെല്ലാം ഈ അമിതവണ്ണത്തിൻ്റെ പ്രശ്നമാണ്. ഇത് പഞ്ചസാര മാത്രമല്ല, ഇത് കുറേ നാൾ കേടാകാതിരിക്കാൻ വേണ്ടി പല ചേരുവകളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പല പല സാധനങ്ങളും സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അതായത് 3 നേരം 4 നേരം കുട്ടിക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ പോഷക ഗുണമൊക്കെ കുറച്ചൊക്കെ അതിൻ്റെ അകത്തുണ്ട്. മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് തരുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. അപ്പോൾ ഈ നെസ്ലയുടെ ഈ സെർലാക്ക് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ പൗഡറിലും ഇതിൻ്റെ അകത്ത് എത്രയാണ് പഞ്ചസാര അടങ്ങിയിട്ടുള്ളത് നോക്കുക. സെർലാക്ക് അല്ലാതെ നമുക്ക് എന്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം? റാഗി കൊടുക്കാം, പേൾ മില്ലറ്റ് അല്ലെങ്കിൽ കമ്പം, പിന്നെ ബജ്റ, ഗോതമ്പ്, ഓറഞ്ച് നിറത്തിലുള്ള ചോളം, വെള്ളക്കോണ്, ചുവന്ന അഥവാ ബ്രൗൺ അരി കൊടുക്കാവുന്നതാണ്. ചെറുപയർ, ദാല്, വെള്ളക്കടല, പൊട്ടുകടല, ബദാം, ഉഴുന്ന്, പരിപ്പ് നമുക്ക് നല്ലോണം വേവിച്ചതിന് ശേഷം കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, സെർലാക്ക് ഒഴിവാക്കണമെന്ന് അന്നേ പറഞ്ഞാണ്. 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞാണ്. പക്ഷെ അന്ന് പഞ്ചസാരയുടെ അളവ് എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇത്രമാത്രം പഞ്ചസാര തന്നെ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ പല കമ്പനികളും ഇത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണമെന്ന് പല നിർദ്ദേശവും ഈ കമ്പനിക്ക് കൊടുത്താണ്. എന്നിട്ട് പോലും അവർ ഇന്ത്യയിലും ആഫ്രിക്കയിലും കുറച്ചില്ല. പല രോഗങ്ങളും ഉണ്ടാവുന്നെന്ന് പറഞ്ഞിട്ട് പോലും അവരത് കാര്യമാക്കുന്നില്ല. കാരണം അവരുടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലും അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളുമാണ്.
2022 മുതൽ ഇതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അവർക്ക് ബേബി ഫുഡിൽ ഇത്തരത്തിൽ പഞ്ചസാര ഉപയോഗിക്കരുത് എന്ന് നോട്ടിഫിക്കേഷൻ പോകുന്നതാണ്. വളരെ പോപ്പുലറാണ്. $250 മില്യൺ കച്ചവടമാണ് ഇന്ത്യയിൽ മാത്രം ഈ ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് കുറയ്ക്കാൻ ഒരു താല്പര്യക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കുറയ്ക്കുക എന്നുള്ളതാണ്, നമ്മളതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല, നമ്മുടെ നാട്ടിൽ അവരത് ഭയക്കുന്നില്ല. അതുകൊണ്ടാണ്, ആ നിയമത്തിന് അവർക്ക് ഭയമില്ലാത്തതുകൊണ്ടാണ് അവരിവിടെ കുറയ്ക്കാത്തത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വല്ലപ്പോഴുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കുട്ടിക്ക് ഒരു തവണ കൊടുക്കുന്നതിൻ്റെ അകത്ത് ഏകദേശം 3 മുതൽ 4 ഗ്രാം പഞ്ചസാര ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അമിതമാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് 4 നേരം കൊടുത്താൽ അപ്പോൾ തന്നെ 16 ഗ്രാം പഞ്ചസാര കുട്ടികളുടെ ശരീരത്തിലോട്ട് എത്തും. അത് ഒട്ടും നല്ലതല്ല. അവർക്ക് ബിസിനസ് മെച്ചപ്പെടുത്താനും അവരുടെ കമ്പനിയെ പ്രോഫിറ്റ് എല്ലാം കിട്ടുകയും അതുപോലെ തന്നെ ഇത്രയധികം വിറ്റഴിയുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ലിമിറ്റ് ചെയ്യുക. എപ്പോഴാണ് ഈ സെറിലേക്ക് പോലുള്ള ബേബി ഫുഡ്സിൽ നമ്മൾ ആശ്രയിക്കേണ്ടത്? ഇപ്പോൾ അമ്മയ്ക്ക് 6 മാസത്തിന് മുമ്പ് പാല് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം നമ്മൾ ഈ പാലിൻ്റെ പൊടി നമ്മൾ കലക്കി കൊടുക്കാവുന്നതാണ്. അപ്പോഴും അമ്മയുടെ പാലിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അമ്മയുടെ പാല് മാത്രം മതി കുട്ടിക്ക് 6 മാസം വരെ. 6 മാസത്തിന് ശേഷം നമ്മുടെ സാധാരണ വീട്ടിൽ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കുട്ടിക്ക് കഴിച്ചു തുടങ്ങാവുന്നതാണ്. പക്ഷേ നേരടി വേണം കൊടുക്കാൻ. അതുപോലെ കുറച്ചായിട്ട് ഓരോരോ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് കൂടെ പറയാം, ഏത് വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആഹാരം കൊടുക്കേണ്ടത്. 6 മാസത്തിന് ശേഷം ശരിക്കും സെർലാക്ക് പോലുള്ള സാധനത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കുട്ടിക്ക് അത്രമാത്രം പോഷക കുറവുണ്ട് എന്നെങ്കിൽ മാത്രം 1 നേരം അല്ലെങ്കിൽ 2 നേരം മാക്സിമം സെർലാക്ക് കൊടുക്കുക. അതിൽ കൂടുതൽ കൊടുക്കരുത്. 4 നേരം 5 നേരം ഒക്കെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ നല്ല വീർത്തിരിക്കും, കവളൊക്കെ നല്ല തുടുത്തിരിക്കും, നല്ല വണ്ണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പല അസുഖങ്ങളും അവർക്ക് ഭാവിയിലുണ്ടാവും. ഒരു 8 വയസ്സ് 10 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഫാറ്റി ലിവറും പലതരത്തിലുള്ള പ്രമേഹവും കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള പഞ്ചസാര ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാരയുടെ ഒരു അയ്യര് കളിയാന്ന് പറയാം. അത്രമാത്രം പഞ്ചസാര എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പഞ്ചസാര കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അമിതമായ പഞ്ചസാര ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഇത് ധാരാളം ആളുകളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പലരും മടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചത്. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.